ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്. അപ്പോൾ എല്ലാവരും കേട്ട് കാണും, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ ലീക്കായി. ഇന്റർനെറ്റ് തുറന്നാൽ ഇപ്പോൾ എല്ലായിടത്തും സ്പൈഡർമാനെ കുറിച്ചാണ് ടോക്സ്. ഫുൾ മൂവി ഓൺലൈനിൽ ലീക്കായി, അതും HD പ്രിന്റ്. ഇൻഫാക്ട് ലീക്കായില്ല, ഈ പൈററ്റ്സിന്റെ കയ്യിൽ സിനിമ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഈ 3 ദിവസത്തിനകം ഏതെങ്കിലും പൈറസി വെബ്സൈറ്റിലൂടെ സിനിമ ലീക്കാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പൈററ്റ്സിന്റെ കയ്യിൽ സിനിമ ഉണ്ടെന്ന് ഇപ്പോൾ 100% ഒഫീഷ്യലാണ്. ആൻഡ് ഇപ്പോൾ ആ സിനിമ കയ്യിലുള്ള പൈററ്റ്സ് നമ്മുടെ സോണി എന്റർടൈൻമെന്റിന്റെ അടുത്ത് $450 ചോദിച്ചിട്ടുണ്ട്, എന്ന് വെച്ചാൽ സിനിമ ലീക്കാക്കാതിരിക്കാൻ. ഇപ്പോൾ അതിന്റെ ഡീലിംഗ് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, റിപ്പോർട്ട്സ് ഒക്കെ ഇട്ടിരിക്കുന്നത്. ആ $450 കൊടുത്താൽ അവർ സിനിമ ലീക്കാക്കത്തില്ല എന്നാണ് അവർ പറയുന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു ഫുൾ മൂവി ലീക്കായെന്ന്, അത് ഇത്രയും വലിയൊരു കമ്പനിയുടെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഈ പൈററ്റ്സിന്റെ കയ്യിൽ ബ്രാൻഡ് ന്യൂ ഡേ ഉണ്ടെന്ന് മറ്റ് പൈറസി വെബ്സൈറ്റുകാർ അറിഞ്ഞു കാണും. സോ അവർ ഈ $450 കൊടുത്തിട്ട് ഈ പൈററ്റ്സിന്റെ കയ്യിൽ നിന്ന് ഈ സിനിമ ഒഫീഷ്യലി വാങ്ങി അവരുടെ വെബ്സൈറ്റിൽ സിനിമ ഇട്ടാൽ പോയി. പിന്നെ ഇത് ലീക്കാവും ഒഫീഷ്യലി തന്നെ. ഐ മീൻ പൈറസി വഴി ഒഫീഷ്യലായിട്ട് ലീക്കാവുന്നതാണ്. അങ്ങനെ അവർ എടുത്താൽ ഈ നെക്സ്റ്റ് വീക്കിനകം സിനിമ ഓൺലൈനായിട്ട് എല്ലാവർക്കും കാണാൻ കഴിയും. പക്ഷെ അത് ഇല്ലീഗലാണ്. സിനിമ റിലീസാകെ ഇനിയും 1.5 മാസമുണ്ട്. സോ ഇപ്പോഴേ സിനിമ റിലീസായി അതിന്റെ സ്റ്റോറിക്ക് ഏതാണ്ട് ലീക്കാകും. എന്നുവെച്ചാൽ ഒരു സിനിമ റിലീസാവണതിന്റെ ഒരു 5-6 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഇപ്പോൾ പൈറസി വഴി ലീക്കായതെങ്കിൽ എങ്ങനെയെങ്കിലും ആൾക്കാർ അതിനെ ഒഴിവാക്കും, സ്പോയിലേഴ്സ് ഒക്കെ. പക്ഷെ ഇപ്പോൾ 1.5 മാസം ഉള്ളപ്പോൾ ആ ക്യൂരിയോസിറ്റി കാരണം തന്നെ അവർ ഈ സ്പോയിലേഴ്സ് ഒക്കെ റീഡ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ഇപ്പോൾ സിനിമ കാണാതെ ഇരിക്കുന്നവർ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്ത് അതിന്റെ എഡിറ്റ്സും ക്ലിപ്സും ഒക്കെ അവർ എഡിറ്റ് കട്ട് ചെയ്ത് റിലീസ് ചെയ്യും. സോ അവർക്കും ഇങ്ങനെ സ്പോയിലേഴ്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയത്തില്ല. ഇപ്പോൾ സിനിമകളൊക്കെ ലീക്കാകുന്ന ഒരു ട്രെൻഡ് സെറ്റ് പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തമിഴിൽ നിന്ന് തന്നെ ജനനായകൻ എന്ന് പറഞ്ഞൊരു സിനിമ ലീക്കായിട്ടുണ്ട്. പിന്നെ ഹോളിവുഡിൽ നിന്ന് തന്നെ അവതാർ ദി ലാസ്റ്റ് എയർ ബെൻഡറിന്റെ ഒരു ആനിമേറ്റഡ് മൂവി. നോക്കിയതിലൊരു ഹൈ ബഡ്ജറ്റ് മൂവീസ് ആണ് ഇപ്പോൾ ഒരു ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എവിടെ പോയി അവസാനിക്കുമെന്നും ആർക്കറിയില്ല. ആൻഡ് ഇപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ സൈഡിൽ നിന്നും ഒരു സെക്കൻഡ് ട്രെയിലർ കൂടെ ലീക്ക് ആയിട്ടുണ്ട്. 4Kയിലാണ് ലീക്ക് ആയത്. എല്ലാവർക്കും അറിയാം സോണിയാണ് അത് ലീക്ക് ചെയ്തതെന്ന്. പക്ഷേ ഒന്നും അറിയാത്ത പോലെ സോണി ഇരിക്കും. ഇതൊക്കെ സോണിയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ആ നോവേ ഹോം റിലീസ് ടൈമിൽ ആൻഡ്രൂ ഗാർഫീൽഡിന്റെ ഒരു ക്ലിപ്പ് ലീക്ക്, അതും 4Kയിൽ. അത് 100% സോണിയാണ് ലീക്ക് ചെയ്തതെന്ന് ഉറപ്പുണ്ട്. പക്ഷേ അവർ സമ്മതിക്കത്തില്ല. ചിലപ്പോൾ ഇതും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കാം. അതായത് ഇപ്പോൾ ഈ പൈററ്റ്സിന്റെ കൈ സിനിമ കിട്ടിയെന്നും പറഞ്ഞ് എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കില്ലേ. സോ അതും സോണി ചിലപ്പോൾ കള്ളം പറഞ്ഞതായിരിക്കും, ഇങ്ങനെ പൈററ്റ്സിന്റെ കൈ സിനിമ കിട്ടിയെന്ന്. ബിക്കോസ് ഇപ്പോൾ ഓൺലൈനിൽ ട്രെൻഡിങ് നമ്പർ 1 എന്ന് പറഞ്ഞാൽ സ്പൈഡർമാൻ മൂവി ലീക്ഡ് എന്നാണ്, ഫുൾ മൂവി ലീക്ഡ്. സോ ഇങ്ങനെ ഒരു പടം വരാൻ പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കും. എല്ലാവരും ഈ ന്യൂസിനെ കുറിച്ച് ബ്രൗസ് ചെയ്യും. അതാണ് സോണിക്ക് ആവശ്യം. ആ ക്യൂരിയോസിറ്റി നിലനിർത്തണം. ഇപ്പോൾ അതർ പ്രൊഡക്ഷൻ കമ്പനീസ് ഒക്കെ തന്നെ നോക്കിയ സിനിമകൾ, അവരെടുക്കുന്ന സിനിമകൾ ഷൂട്ടിംഗ് പോലും ഇൻഡോർ സ്റ്റുഡിയോസിലാണ് വെച്ച് ചെയ്യുന്നത്. അതിന്റെ സീൻസ് ഒന്നും അവർ ലീക്ക് ചെയ്യത്തില്ല. ബട്ട് സോണി ആ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ ഷൂട്ടിംഗ് തന്നെ എടുത്തത് ഒരു സിറ്റിയിൽ വെച്ചാണ്. അവിടെ അതൊരു ഫെസ്റ്റിവൽ കണക്കാണ് അവിടുത്തെ ഫാൻസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്തത്. സോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സോണിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഈ സോണിക്ക് ആവശ്യം എല്ലാവരും സ്പൈഡർമാനെ കുറിച്ച് സംസാരിക്കണം. എന്നാൽ ഇത് കുറച്ച് ഓവർ ആയതുപോലെ തോന്നി. ഇതെല്ലാം എന്റെ തിയറി മാത്രമാണ്. ചിലപ്പോൾ ഇത് നടന്നതായിരിക്കും. സോണി വെറുതെ കള്ളം പറയാൻ, ഇങ്ങനത്തെ ഇത്ര വലിയ കള്ളം പറയണമെന്നും ചാൻസ് ഒന്നും ഇല്ലല്ലോ. ചിലപ്പോൾ നടന്നതായിരിക്കാം. പിന്നെ കുറെ ഇൻസൈഡേഴ്സും കൺഫേം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സിനിമ ലീക്ക് ആയത് കാര്യം. ആൻഡ് നമ്മൾ ഈ നോവേ ഹോം, സ്പൈഡർമാൻ നോവേ ഹോമിൽ നോക്കിയാൽ ആൻഡ്രൂ ഗാർഫീൽഡും ടോബിയും സിനിമയിലുണ്ടെന്ന് ആദ്യം കുറച്ച് റൂമേഴ്സ് വന്നിരുന്നു. പിന്നീട് അതൊരു സിനിമ ഇറങ്ങുന്നതിന് ഒരു 1 വീക്ക് മുമ്പ് നല്ല ഒഫീഷ്യലി തന്നെ അവർ കൺഫേം ആക്കുന്ന രീതിക്കാണ് നല്ല 100% തന്നെ റൂമേഴ്സ് ഒക്കെ സ്ട്രോങ് ആയി. പിന്നെ ആ ക്യൂരിയോസിറ്റി വെച്ച് തന്നെ കുറെ ആൾക്കാർ സിനിമ കാണാൻ പോയി. എനിക്കറിയാവുന്ന കുറെ പേരും ടോബി ആൻഡ്രൂം സിനിമയിൽ ഉണ്ടെന്ന് വിചാരിച്ച് പോയി കണ്ടവരുണ്ട്. സോ അങ്ങനെ ആ സിനിമ ഈസിലി തന്നെ 2 ബില്യൺ അടിച്ചു. ആൻഡ് ഇപ്പോൾ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡിന്റെ സെക്കൻഡ് ട്രെയിലർ അത് അടുത്ത ആഴ്ച ഉറപ്പായിട്ട് വരും. ബിക്കോസ് അടുത്ത ആഴ്ച തന്നെ ഇതിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആകും. അതിപ്പോൾ ഒഫീഷ്യലി തന്നെ ടോം ഹോളണ്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് ട്രെയിലർ അത് 4K തന്നെ ലീക്ക് ആയി ചില സ്ഥലങ്ങളിൽ. അതിനെക്കുറിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ കവർ ചെയ്യുന്നതായിരിക്കും ചാനലിൽ. സോ ആ വീഡിയോ കാണണമെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കും. നോട്ടിഫിക്കേഷൻസ് ഒക്കെ എപ്പോഴെപ്പോഴും വരുന്നതായിരിക്കും. ഇപ്പോൾ കുറെ ഇൻസൈഡേഴ്സ് പറയുന്നത് സിനിമ, അതായത് ഇപ്പോൾ ബ്രാൻഡ് ന്യൂടെ ലീക്ക് ആയത് ഔട്ട്സോഴ്സിംഗ് ആണ്. അതായത് ഇപ്പോൾ VFX ചെയ്യാൻ വേണ്ടി പുറത്തുനിന്ന് ഒരു കമ്പനിക്ക് അടുത്താണ് ഇവർ ചെയ്യുന്നത്. സോ ആ പുറത്തുള്ള കമ്പനിയുടെ കയ്യിൽ നിന്നാണ് സിനിമ ലീക്ക് ആയെന്നാണ് ഇപ്പോൾ ഇൻസൈഡേഴ്സ് ഒക്കെ വാദിക്കുന്നത്. ആ പൈററ്റ്സ് ചോദിക്കുന്നത് വെറും $450. അത് കൊടുത്താൽ പ്രോബ്ലം സോൾവ് ആകും. ചിലപ്പോൾ അതവർ ആ പൈസയും മേടിച്ചിട്ട് വീണ്ടും സിനിമ ലീക്ക് ആക്കിയാൽ പറയാൻ പറ്റത്തില്ല. പിന്നെ അതേ പൈററ്റ്സിന്റെ കയ്യിൽ ഡൂംസ്ഡേന്റെ കുറച്ച് ക്ലിപ്സ് ഒക്കെ ഉണ്ട്. പിന്നെ 90-ലധികം പരമായ ഫോട്ടോസും അവരുടെ കയ്യിലുണ്ട്. സോ അതും ഒത്തുതീർപ്പാക്കാൻ വേണ്ടി മാർവലിന്റെ കൂടെ അവർ ഡീലിംഗ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കേൾക്കാൻ വരുന്നത്. ചിലപ്പോൾ ഒരു ഭയങ്കര പ്രോ ഹാക്കേഴ്സ് ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഈ വലിയ വലിയ കമ്പനിയുടെ സാധനങ്ങൾ അടിച്ചു മാറ്റിയിട്ടുണ്ട് അവർക്കടുത്ത് ഡീലിംഗ് ഒക്കെ സംസാരിക്കുന്നത്. പിന്നെ ഒന്ന്, സിനിമ റിലീസ് ആകുകയാണെങ്കിൽ നിങ്ങൾ ഫോണിൽ കാണാൻ നിൽക്കില്ല, ഉറപ്പായിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നിൽക്കണം. ബിക്കോസ് തിയേറ്റർ എക്സ്പീരിയൻസ് കിടിലായിരിക്കും ഏത് സിനിമയായാലും. നിങ്ങൾ ഈ ഫോണിൽ കാണുന്നതിന് പകരം തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. സ്പൈഡർമാനെ സപ്പോർട്ട് ചെയ്യുക. സോ നെക്സ്റ്റ് ഇതുപോലുള്ള ഒരു അടിപൊളി വീഡിയോ കാണുന്നവരെയും ബൈ ബൈ. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.